തങ്ങളെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഒരാളോടും പ്രതികാരം തീർത്തിട്ടില്ല. അഅറാബി വന്നിട്ട് മുണ്ടിട്ട് മുറുക്കിയിട്ട് രണ്ട് ഭാഗത്തും അടയാളം വരുത്തി തിരിഞ്ഞു നോക്കിയിട്ട് അഅറാബിക്ക് വല്ലതും കൊടുക്കാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം വന്നത്. അതേ സഹോദരങ്ങളെ, പല സന്ദർഭങ്ങളിലും ഒരുപാട് വിഷമതകൾ സൃഷ്ടിച്ചിട്ടുണ്ട് പലരും. മദീനയിലെത്തിയപ്പോൾ പല പല അടവുകളും പയറ്റിയിട്ടുണ്ട് ജൂതന്മാര്. അതിൽ ഒന്നാമത്തെ അടവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയുടെ മുകളിലേക്ക് കല്ലിട്ടുകൊണ്ട് തങ്ങളെ വധിക്കലായിരുന്നു ഒന്നാമത്തെ പണി. ഒരു വീട്ടിൽ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ആ വീടിന്റെ മേൽക്കൂരയിൽ കയറിയിരുന്നു കുറെ വിദ്വാൻമാര്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ബഹുമാനവും മാന്യതയും വീടിന്റെ മുൻഭാഗത്തിലൂടെ ഇറങ്ങലാണ്, പക്ഷേ തങ്ങളിപ്പ അങ്ങനെ ഇറങ്ങരുത്, പിൻഭാഗത്തിലൂടെ ഇറങ്ങിക്കോ നബിയേ. തങ്ങൾ പോയ ശേഷമാണ് മുന്നിൽ കല്ലും കൊണ്ട് കാത്തിരിക്കുന്ന ആളുകൾ കഥയറിയുന്നത്. അവരുടെ പണിയാണത്. ഖൈബറിലെത്തി ഒരു യഹൂദിയത്തായ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഒന്നാം നമ്പർ ഇറച്ചി കൊണ്ടുപോയി കൊടുക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുന്നിലെത്തുമ്പോ തങ്ങളതിലേക്ക് കൈയിടുന്ന നേരത്ത് എത്ര ഊക്കുള്ള വിഷമാണെന്ന് നോക്ക്. സഹാബിമാരിൽപ്പെട്ട ചില ആളുകൾ തങ്ങൾ കൈവച്ചു എന്ന് കണ്ടിട്ട് അതാ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വിശപ്പിന്റെ ഊക്കുകൊണ്ട്. അതേ മരണപ്പെട്ടിട്ടുണ്ട് ഒരു സഹാബി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മാംസം പറഞ്ഞു, തങ്ങൾ എന്നെ ഭക്ഷിക്കരുതേ, ഇതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. ആ പെണ്ണൊരുത്തിയെ വിളിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, നീ ഇതിൽ വിഷം പുരട്ടിയിട്ടുണ്ടോ? അവൾ പറഞ്ഞുണ്ട്. എന്തിനാ വിഷം പുരട്ടിയത്? തങ്ങൾ ഒരു നബിയല്ലെങ്കിൽ, തങ്ങൾ ഒരു വെറും വടായി വിടുന്ന ആളാണെങ്കിൽ ജനങ്ങളതിൽ കുടുങ്ങേണ്ടതില്ലല്ലോ, തങ്ങൾ പെട്ടെന്ന് പൊയ്ക്കോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അതേ സമയത്ത് നിങ്ങൾ നബിയാണെങ്കിലോ ഈ വിഷം നിങ്ങൾ കേൾക്കുകയും ഇല്ല. പരിശോധിക്കാൻ വേണ്ടി ചെയ്താൽ അതിന് കലക്കി കൊടുത്ത വിഷം ആലോചിച്ചു എത്ര ഇല്ലാതാ എന്നിട്ട് തീർന്നു. അതിലൊന്നും അടവ് നടക്കാത്തുമ്പോ അവസാനം ചെയ്തത് എന്താ? സിഹ്ർ ചെയ്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലബീദിനെ കൊണ്ട് സിഹ്ർ ചെയ്യിപ്പിച്ചു ജൂതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സ്വാധീനിച്ച് ലബീദ് അല്ലാഹുവിന്റെ ഹബീബ് വാർന്നുകൊണ്ടിരിക്കുന്ന ചീർപ്പുവാൻ ആ കുട്ടിക്ക് എന്തോ ചില്ലിക്കാശ് കൊടുത്തു. ആ ചീർപ്പിൽ ഒന്ന് രണ്ട് മുടികൾ പല ഭാഗത്തും കുടുങ്ങി സ്വാഭാവികമായിട്ടുണ്ടാകും. ആ മുടിയും ഈ ചീർപ്പിന്റെ പല്ലും പലതും എടുത്തിട്ട് സിഹ്ർ ചെയ്ത് കളഞ്ഞു. 6 മാസക്കാലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സിഹ്റും ബാധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നടന്നെങ്കിലും നിസ്കാരത്തിനോ ഇബാദത്തുകൾക്കോ വഹി പറഞ്ഞു കൊടുക്കുന്നതിനോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ ചില മാറ്റം വന്നിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കും, ഭക്ഷണം കഴിച്ചു എന്ന് കരുതി അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് പോകും, സത്യത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകില്ല. വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കും, വെള്ളം കുടിച്ചു എന്ന് കരുതി നബി തങ്ങൾ എഴുന്നേറ്റ് പോകും, വെള്ളം കുടിച്ചിട്ടുണ്ടാകൂല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് മാറ്റം വന്നു എന്നതല്ലാതെ ശരീഅത്തിന്റെ ഒരു വിഷയത്തിലും ഒരു വീക്ക്നസും സംഭവിച്ചിട്ടില്ല. അതും ജൂതന്മാരുടെ പക്കൽ നിന്നുണ്ടായതാണ്. ഇതിനൊന്നും അല്ലാഹുവിന്റെ ഹബീബ് പ്രതികാരം കൊടുത്തില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു, മീകായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം ഒരാൾ തലഭാഗത്തും ഒരാൾ കാൽഭാഗത്തും ഇരുന്നിട്ട് പറഞ്ഞു, എന്താണ് ഈ കിടക്കുന്ന ആൾക്ക് എന്താണ് വിഷയം? തലഭാഗത്തിരിക്കുന്ന മലക്ക് പറഞ്ഞു, മത്ബൂബുൻ, സിഹ്ർ ബാധ ഏറ്റിട്ടുണ്ട്. ആരാ സിഹ്ർ ചെയ്തത്? ലബീദാണ് ചെയ്തത്. എവിടെയാ ചെയ്തു വെച്ചത്? ഒരു കിണറ്റിലാണ്. കിണറിന്റെ പേരും അതിന്റെ സ്ഥലവും ഒക്കെ നിർവചിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് ആ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ തന്നെ സ്വഹാബിമാരെ പറഞ്ഞേച്ച കിണറ്റിന്റെ അടിയിലെ കല്ലിന്റെ അടിയിൽ നിന്ന് അതാ സിഹ്ർ ചെയ്ത് വെച്ച മെഴുകിന്റെ രൂപം പുറത്തെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്തിന്റെ ചോദ്യം, അവനെ കൊല്ലട്ടെയോ നബിയേ? ലബീദിനെ വക വരുത്തട്ടെ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേണ്ടേ വേണ്ട, അല്ലാഹ് എനിക്ക് ശിഫ തന്നിട്ടുണ്ടല്ലോ.
ഇനി ഞാൻ അവനോട് തിരിച്ചടിക്കുന്നത് ഞാൻ വെറുക്കുന്നു. സഹോദരന്മാരെ, സിഹ്റാണ് പറഞ്ഞത്. സിഹ്ർ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ തിരിച്ച് സിഹ്ർ ചെയ്യാൻ പാടില്ല. ചെയ്ത സിഹ്റുകളൊക്കെ ബാത്തിലാക്കാൻ പറ്റും. അതിനുള്ള വലിയ ആയുധാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അത് ഓതേണ്ട സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഓതണം. അത് വലിയ ഒരു മുതലാണ്, മുതൽക്കൂട്ടാണ്. ആ രണ്ട് സൂറത്തും ഇറങ്ങിയ ശേഷം പിന്നീട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും സ്പെഷ്യലായി ദുആ നടത്തിയില്ല. അതിനു മുമ്പ് പഠിച്ചവനെ കണ്ണീർ തടുക്കണേ, സിഹ്ർ തടുക്കണേ, തന്ത്രം കുതന്ത്രം തടുക്കണേ, ചതി നീ മാറ്റണേ, ഇതൊക്കെ വരുന്നത് ഈ രണ്ട് സൂറത്തുകളും ഇറങ്ങിയ ശേഷം പിന്നെ അതിലായി. ഞാൻ അതിലെല്ലാം മിൻ ശർരി മാ ഖലഖ് എന്നല്ലേ പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു സൃഷ്ടിച്ചു വെച്ചതിന്റെ എല്ലാവിധ ശർറുകളും, അത് മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, ഇതര ജീവികളാകട്ടെ, ഏതാകട്ടെ. സിഹ്ർ ചെയ്താൽ പിശാചുക്കൾ സ്വാധീനിച്ചു കൊണ്ടുപോകുന്ന കൂട്ടക്കാരിൽ ഉറുമ്പ് വരേണ്ടതാണ് ഇസ്മായിൽ ബറൂസി തങ്ങൾ പറഞ്ഞു. സിഹ്റിന്റെ കടുപ്പം സിഹ്ർ ചെയ്യാനേ ദൂതന്മാരാക്കി പിശാചുക്കൾ വിട്ടയക്കുന്നതിൽ ആര് വരേണ്ട? ഉറുമ്പ് വരേണ്ട. നഖം കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞിടത്താണ് മഹാനവർകൾ പറഞ്ഞത്. നഖം വെട്ടിയാൽ സഹോദരിമാരൊക്കെ മുടികൾ നഖവും ഒക്കെ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കുഴിച്ചുമുടൽ നിർബന്ധം. പുരുഷന്മാർക്ക് സുന്നത്തുമാണ്. അപ്പൊ അത് കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ചെയ്ത സുന്നത്ത് നമ്മൾ കുഴിച്ചു മൂടിയത് ആഖിറത്തിൽ നമുക്ക് സാക്ഷിക്ക് വരും. എന്നാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാരണം, ഇതുപോലെ നഖം ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ടുപോയാൽ പിശാചുക്കൾക്ക് എളുപ്പമാണ് സിഹ്ർ ചെയ്യാൻ. അപ്പൊ അതിനൊരു മറ കൂടിയാണ് കുഴിച്ചു മൂടുന്നത്. നഖം അങ്ങനെയാണ് വിട്ടു, അതങ്ങനെയാണ് ഇങ്ങനെ കളയാൻ പാടില്ല. ഈ നഖം വെട്ടുന്നവർക്ക് വരുന്ന ഉറുമ്പ് മുഴുവനും സിഹ്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറുമ്പാണ് കെട്ടിയിട്ട് ഉറുമ്പിനൊക്കെ കൊല്ലാൻ നിൽക്കണ്ട. നഖം കൊണ്ടുപോയി കുഴിച്ചുകൂടിയാൽ മതി. വെറുതെ കാര്യമില്ലാതെ ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രത്തോളം വിഷയങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എല്ലാവരും അത് പതിവാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കിടക്കുന്ന നേരത്ത് ആരും ഒരു ദിവസവും വിട്ടുപോകാതെ എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് ഓതണം. വുളു എടുത്ത ശേഷം. വുളു ഒന്നും എടുക്കാതെ നമ്മൾ കിടക്കാൻ പാടില്ല. വുളു എടുത്തിട്ട് ഒരാൾ കിടന്നാൽ സഹീഹ് ബുഖാരിയിൽ കാണാം, ബാബു ഫദ്ലി മൻ ബാത അലൽ വുളൂഇ. വുളൂഇന്റെ മേൽ രാത്രി കിടന്ന് ഉറങ്ങിയ ആളെ മഹത്വം. ഉറങ്ങാൻ നേരത്തെ വുളു കൊടുത്തു, പിന്നെ മുറിഞ്ഞു പോട്ടോ. ശരി തന്നെ, തുടക്കത്തിലുള്ള അതതിന്റെ മഹത്വം അങ്ങനല്ലേ. ആ തുടക്കത്തിൽ ആ വുളൂയിലായിട്ട് എങ്ങനെയാണ് കിടന്നങ്ങാണ്ട് ഉറങ്ങി. അപ്പുറത്ത് ഭാര്യ ഉണ്ടാകട്ടെ ഇല്ലാതെ അയാൾ ആ വുളൂയിൽ എടുത്തിട്ട് ആ ഉറക്കത്തിലാണ് ആൾ മരിക്കുന്നതെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ ഈമാനിൽ അടിയുറച്ചിട്ടാണ് അത് മരിക്കുന്നത്. അത് ചെറിയ ഭാഗ്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതല്ല. മരിക്കുന്ന നേരത്തുള്ള ഈമാനല്ലേ അല്ലാഹു നമുക്ക് ഏറ്റി തെരുമാറാണ്. അവിടെ പേക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ നോക്ക്, ആയത്തിനെ കുറിച്ച് ഒരു ദിവസവും വിട്ടുപോകാൻ പാടില്ല. ആയത്തിനെ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കണം, മുഖത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു പ്രാവശ്യം മോദിയിലേക്ക് ഊതണം, കയ്യിലേക്ക് ഊതണം. പിന്നെ ഖുൽ അഊദു ബിൽ ഫലഖ് ഊതണം, ഖുൽ അഊദു ബിൻ നാസ് ഓരോ പ്രാവശ്യം. എന്നിട്ട് മൂർദാവ് മുതൽ ഇങ്ങനെ തടവണം, കാലിന്റെ കാൽപാദം വരെ തടവണം. രണ്ടാമത്തെ പ്രാവശ്യവും ഇങ്ങനെ പിടിക്കണം. ഓരോ പ്രാവശ്യം ഈ 3 സൂറത്തും ഓതണം, ഊതണം. എന്നിട്ട് ഇങ്ങനെ തടവണം. മൂന്നാമത്തെ പ്രാവശ്യവും അങ്ങനെ പിടിക്കണം. എന്നിട്ട് ഓതണം, ഊതണം, തടവണം. ഇറങ്ങി അന്ന് മുതൽ വഫാത്തിന്റെ തൊട്ടു തലേന്ന് രാത്രി വരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല. അവിടെയാണ് അതിന്റെ മാറ്റം മനസ്സിലാക്കുന്നത്. റബീഉൽ അവ്വൽ 11-ന്റെ 12-ന്റെ രാത്രി 12-ന്റെ പകലാ തങ്ങൾ വഫാത്താകുന്നത്, തിങ്കളാഴ്ച ദിവസം. അന്ന് തലേന്ന് രാത്രി ഞായറാഴ്ച ഇശാഇന്റെ ശേഷം കിടക്കാൻ നേരത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, കൈ പൊക്കിയിട്ട് ഉയർത്തിയിട്ട് സാധാരണ ഞാൻ ചൊല്ലുന്ന സൂറത്ത് ഒന്ന് ഊതി ഊതിയിട്ട് എന്റെ ശരീരം തടവൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എന്റെ കയ്യിൽ ഊതിയില്ല, തങ്ങളെ കൈ ഞാൻ ഇങ്ങനെ പൊക്കിപ്പിടിച്ചു, ഞാൻ അതിലേക്ക് ഊതി കൊടുത്തു, തങ്ങൾ ആ കൈ കൊണ്ട് പതുക്കെ ഞാൻ ഇങ്ങനെ ശരീരം തടവി കൊടുത്തു. അന്ന് വരെ ഒഴിവാക്കി.
ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനൊക്കെ വരാം, അതിന് രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കാം. പക്ഷേ സ്വന്തത്തിന് വേണ്ടി ഒരാളോടും പ്രതികരിക്കാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എതിരാളികളെ കിട്ടാഞ്ഞിട്ടല്ല, അവിടുത്തെ വിനയമാണ്. സ്വന്തത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് വേറെ.